Dear students, our next topic is female reproductive structure of the flower. ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റൽ. ഒരു ഗൈനീഷ്യത്തിൻ്റെ ചിത്രമാണ് ഇതിലുള്ളത്. ബേസൽ സൊള്ളൻ പോർഷൻ ഈസ് ദ ഓവറി. Extension of the ovary is the style. At the tip of the style, there is a stigma is present. Inside the ovary, ovules are seen. Ovules arise from a special tissue called placenta. ഗൈനീഷ്യത്തിൻ്റെ ഒരു യൂണിറ്റാണ് കാർപ്പൽ എന്ന് പറയുന്നത്. ഓരോ കാർപ്പലിനും ഓവറിയും സ്റ്റൈലും സ്റ്റിഗ്മയും ഉണ്ട്. ചിലതിൽ ഒരേ ഒരു കാർപ്പൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവയെ മോണോ കാർപ്പലറി പിസ്റ്റൽ എന്ന് വിളിക്കും. ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഉണ്ടെങ്കിൽ മൾട്ടി കാർപ്പലറി. ചില ഫ്ലവേഴ്സിൽ മൾട്ടി കാർപ്പലറി ആയിരിക്കും, അതായത് ഒന്നിലേറെ കാർപ്പൽസ് ഉണ്ടായിരിക്കും. അവയെല്ലാം ഫ്യൂസ് ചെയ്ത കണ്ടീഷനിലായിരിക്കും കാണുക. അത് സിൻകാർപ്പസ് കണ്ടീഷൻ. ചില ഫ്ലവേഴ്സിൽ ഈ കാർപ്പൽസ് എല്ലാം തന്നെ ഫ്രീ ആയിരിക്കും, വെവ്വേറെയാണ് കാണപ്പെടുന്നത്. അവ അപ്പോകാർപ്പസ്. ഒരു യങ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് ചിത്രത്തിൽ കാണുന്നത്. ലേബൽ ചെയ്തിരിക്കുന്നത് കൃത്യമായി നോക്കണം. മെയിൻ ബോഡി ഓഫ് ദ ഓവ്യൂൾ ഈസ് ദ ന്യൂസെല്ലസ്. ഒരു ഓവ്യൂളിൻ്റെ മെയിൻ ബോഡി എന്നത് സെൻറ്ററിൽ കാണുന്ന ന്യൂസെല്ലസ് ആണ്. സെൻറ്ററിൽ എന്ന് പറയുമ്പോൾ നന്നായി കളർ ചെയ്തിരിക്കുന്നതിന് പുറത്തായിട്ട്. ഈ ന്യൂസെല്ലസിലുള്ള എല്ലാ സെൽസും ഡിപ്ലോയിഡ് സെൽസ് ആണ്. ന്യൂസെല്ലസിനെ കവർ ചെയ്തുകൊണ്ട് രണ്ട് ആവരണങ്ങൾ കാണാം. ഒന്ന് ഇന്നർ ഇൻഡഗമെന്റ്, രണ്ടാമത്തേത് ഔട്ടർ ഇൻഡഗമെന്റ്. ഇൻഡഗമെന്റിന്റെ മുകൾ ഭാഗത്തായി ഒരു ചെറിയ വിടവുണ്ട്, അതാണ് മൈക്രോപൈൽ. ഓവ്യൂൾസിന്റെ ഞെട്ടിനെയാണ് ഫ്യൂണിക്കിൾ എന്ന് വിളിക്കുന്നത്. ദി സ്റ്റാക്ക് ഓഫ് ദി ഓവ്യൂൾ ഈസ് കാൾഡ് ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിള് ഓവ്യൂളിന്റെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഹൈലം. ചിത്രത്തിൽ കണ്ട ഓവ്യൂളിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ഈസ് ദ ന്യൂസെല്ലസ്, ദി മെയിൻ ബോഡി ഓഫ് ദ ഓവ്യൂൾ. Integuments, envelope of the nucellus, composed of an outer integument and an inner integument. Micropyle, small opening seen in the integument. Chalaza, part of nucellus opposite to micropyle. Funicle, stalk of the ovule. Hilum, the region of fusion of funicle with the ovule. ഈ ചിത്രത്തിൽ മധ്യഭാഗത്തായിട്ട് നല്ല പച്ച നിറത്തിൽ ഒരു എംബ്രിയോ സാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ എംബ്രിയോ സാക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ചിത്രം എ യങ് ഓവ്യൂളാണ്. ന്യൂസെല്ലസിൽ ഒരു സെൽ മാത്രം വലുതായി കാണാം. ഒരു സ്പെഷ്യൽ സെൽ ന്യൂസെല്ലസിൽ ഫോം ചെയ്യുന്നു. നിറയെ സൈറ്റോപ്ലാസവും വലിയ ന്യൂക്ലിയസുമായി ഫോം ചെയ്യുന്ന ഈ സ്പെഷ്യൽ സെല്ലാണ് മെഗാസ്പോർ മദർ സെൽ. രണ്ടാമത്തെ ഡയഗ്രത്തിലും മെഗാസ്പോർ മദർ സെൽ കാണാൻ സാധിക്കും. ഈ മെഗാസ്പോർ മദർ സെൽ ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. മെഗാസ്പോർ മദർ സെൽ മാത്രമല്ല, ന്യൂസെല്ലസിലെ എല്ലാ സെൽസും ഡിപ്ലോയിഡ് സെൽസ് തന്നെയാണ്. ഈ ഡിപ്ലോയിഡ് സെൽ മിയോട്ടിക് ഡിവിഷന് വിധേയമാവുകയും 4 ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുകയും ചെയ്യും. ഈ 4 ഹാപ്ലോയിഡ് സെൽസ് ആണ് ഡയഗ്രം സിയിൽ കാണുന്നത്. ഇവയെ മെഗാസ്പോർസ് എന്ന് പറയും. ഈ മെഗാസ്പോറുകളിൽ 4 എണ്ണത്തിൽ 3 എണ്ണവും ഡീജനറേറ്റ് ചെയ്യും. ഒരെണ്ണം മാത്രം ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് കൺവേർട്ട് ചെയ്യും. ഫങ്ഷണൽ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്. ഈ ഫങ്ഷണൽ മെഗാസ്പോറിന്റെ ചിത്രങ്ങളാണ് ഈയിൽ കാണുന്നത്. 3 ചിത്രങ്ങളുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ 2 ന്യൂക്ലിയസുകൾ കാണാം.
ഫങ്ഷണൽ മെഗാസ്പോറിന്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഒരു മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാവുകയും 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുകയും ചെയ്യും. അടുത്ത രണ്ടാമത്തെ ചിത്രത്തിൽ ഈ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകളും വീണ്ടും ഒരു മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാവുകയും 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ മൂന്നാമത്തെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുകയും 8 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുകയും ചെയ്യും. ഡയഗ്രാം എഫ് മെഗാസ്പോറിന്റെ സൈസ് എൻലാർജ് ചെയ്തതാണ് കാണുന്നത്. 8 ന്യൂക്ലിയസുകളാണ് ഈ മെഗാസ്പോറിലുള്ളത്. അതിൽ 3 ന്യൂക്ലിയസുകൾ മൈക്രോപൈലാർ എൻഡിലേക്ക് മൂവ് ചെയ്യും. 3 ന്യൂക്ലിയസുകൾ ചലാസൽ എൻഡിലേക്ക് മൂവ് ചെയ്യും. 2 ന്യൂക്ലിയസുകൾ സെന്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ഡയഗ്രാം ജി മെച്ചുറായിട്ടുള്ള ഒരു മെഗാസ്പോറാണ്. അതിൻ്റെ സൈസ് എൻലാർജ് ചെയ്ത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആകുന്നു. ഇതിനെ എംബ്രിയോ സാക്ക് എന്നും വിളിക്കുന്നു. എംബ്രിയോ സാക്കിന്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് നോക്കൂ. 8 ന്യൂക്ലിയസുകളാണ് എംബ്രിയോ സാക്കിലുള്ളത്. 3 മൈക്രോപൈലാർ എൻഡിലും 3 ചലാസൽ എൻഡിലും 2 ന്യൂക്ലിയസുകൾ സെന്ററിലായും കാണപ്പെടുന്നു. മൈക്രോപൈലാർ എൻഡിലേക്ക് മൂവ് ചെയ്ത 3 ന്യൂക്ലിയസുകളിൽ 1 അല്പം സൈറ്റോപ്ലാസവുമായി ചേർന്ന് XL ആയിട്ട് മാറുന്നു. XL ഹാപ്ലോയിഡാണ്. ഇതിനെ ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് വിളിക്കാം. XLന്റെ 2 വശങ്ങളിലായി 2 സൈനർജിഡ്സും അതുപോലെ ഫോം ചെയ്യുന്നു. ആന്റിപോഡൽസ് 3 ചലാസൽ എൻഡിലും. സെന്ററിലുള്ള 2 ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. അങ്ങനെ എംബ്രിയോ സാക്ക് 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് ആണ്. അപ്പോൾ 3 സെല്ലുകൾ ചലാസൽ എൻഡില്, 3 സെല്ലുകൾ മൈക്രോപൈലാർ എൻഡില്, 1 സെന്ററില്. അങ്ങനെയാണ് 7 സെൽസ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ 8 ന്യൂക്ലിയസുകളും. ഫീമെയിൽ ഗ്യാമീറ്റ് കാണുന്നത് എംബ്രിയോ സാക്കിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് എംബ്രിയോ സാക്കിനെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഫീമെയിൽ ഗ്യാമീറ്റിനെ ഉൾക്കൊള്ളുന്ന പ്ലാന്റ് ബോഡി എന്നാണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. എംബ്രിയോ സാക്കിലുള്ള 7 സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ആന്റിപോഡൽസ്, 1 ഫീമെയിൽ ഗ്യാമീറ്റ്, 2 സൈനർജിഡ്സ് ആൻഡ് എ സെൻട്രൽ സെൽ. ഫീമെയിൽ ഗ്യാമീറ്റും സൈനർജിഡ്സും ഒരുമിച്ച് ചേർത്ത് എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കും. Central cell has a diploid nucleus which is the fusion product of 2 haploid nuclei. All other cells are with 1 haploid nucleus. ഇവിടെ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്തത് ഒരു സിംഗിൾ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നുമാണ്. ഇതിനെ മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ സാക്ക് എന്നാണ് വിളിക്കുന്നത്. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മെഗാസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് മെഗാസ്പോറോജെനസിസ്. ഡിപ്ലോയിഡ് മെഗാസ്പോർ മദർ സെൽ റിഡക്ഷൻ ഡിവിഷന് വിധേയമായി 4 മെഗാസ്പോറുകൾ ഫോം ചെയ്യും. അതിൽ 3 ഡീജനറേറ്റ് ചെയ്യും, 1 ഫങ്ഷണൽ ആകും. ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നും എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നു. മെച്യൂർ ഓവ്യൂളിന്റെ സ്ട്രക്ചറാണ് ചിത്രത്തിൽ കാണുന്നത്. ഓവ്യൂൾസിനെ മെഗാസ്പൊറാഞ്ചിയ എന്ന് വിളിക്കാം. എംബ്രിയോ സാക്ക് എന്നത് മെഗാസ്പോർ തന്നെയാണ്. മെഗാസ്പോറിനെ ഉൾക്കൊള്ളുന്ന സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ടാണ് ഓവ്യൂൾസിനെ മെഗാസ്പൊറാഞ്ചിയ എന്ന് വിളിക്കുന്നത്. മെഗാസ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീവ്സ് ആണ് ഗൈനീഷ്യം. അതിനാൽ ഗൈനീഷ്യത്തെ മെഗാസ്പോറോഫിൽ എന്ന് പറയുന്നു.